ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വ്ലോഗ് നമ്പർ 19 ആണ്. ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ ഫോർ +1 ഓർ +2. +1 കാർക്കും +2 കാർക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു നല്ല ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ പറയുന്നത്. സ്റ്റഡി ടൈം ടേബിൾ, സ്റ്റഡി റൂട്ടീൻ, സ്റ്റഡി പ്ലാൻ ഒക്കെ ചോദിച്ചിട്ട് കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും. നമുക്ക് എല്ലാവർക്കും കാണാം, പരീക്ഷ വരെ നമ്മുടെ കൂടെ അടിച്ചു പൊളിച്ച് തകർത്ത് നടന്നൊരു കൂട്ടുകാരൻ. പക്ഷേ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ പുള്ളിക്ക് നല്ല മാർക്ക് കാണും, നമുക്ക് നല്ല മാർക്ക് കാണത്തുമില്ല. അതെന്താ? പുള്ളി കിട്ടുന്ന സമയം എഫക്റ്റീവായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷേ എപ്പോഴും പഠിക്കുന്നില്ല. അപ്പോൾ എങ്ങനെ കിട്ടുന്ന സമയം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എപ്പോഴും പഠിക്കണമെന്നല്ല, നമ്മൾ ഇരിക്കുന്ന സമയം കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുക. ഇപ്പോൾ രാവിലെ നിങ്ങൾ പഠിക്കുന്നില്ല, വൈകിട്ട് കുറച്ചു നേരമാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഇരിക്കുന്ന അത്ര സമയം കോൺസെൻട്രേഷനോടുകൂടി ഇരിക്കുക. അതിനിടയ്ക്ക് ഡിസ്ട്രാക്ഷൻസ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, മൊബൈൽ ഫോൺ സംബന്ധമായിട്ടുള്ള ഒന്നും എടുക്കാതിരിക്കുക. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സസ്, ബാച്ചസ് ഒക്കെ ഉള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ അങ്ങ് ടേൺ ഓഫ് ചെയ്തിടുക. ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ഏതിലായാലും നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിടുക. ഞാനിപ്പോൾ അത് ആണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ വരത്തില്ല കേട്ടോ. യൂട്യൂബിലാണെങ്കിലും യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കാതെ എനിക്ക് അതിനകത്തെ വരത്തില്ല. യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നോട്ടിഫിക്കേഷൻസ് ഒന്നും വരുന്നില്ല. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചു, നമുക്കത് എടുത്തു നോക്കാതെ നമുക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല. എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. എടുത്തു നോക്കാൻ നമുക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല. എടുത്ത് നോക്കിപ്പോയാൽ പിന്നെ അതിന് റിപ്ലൈ കൊടുക്കണം. റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാലോ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മെസ്സേജ് വരും, പിന്നെ അതിന് റിപ്ലൈ കൊടുക്കണം. പിന്നെ അങ്ങനെ ആ ചാറ്റ് നീണ്ട് അവസാനം ഉറങ്ങുന്ന സമയം വരെ അതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം റീൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തു, ആ റീൽ എടുത്ത് കണ്ടു, പിന്നെ അതിന് താഴോട്ടുള്ള റീൽ സ്ക്രോൾ ചെയ്ത് അന്നത്തെ ദിവസം പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിടണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റഡി പ്ലാൻ അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ച് ഇതുപോലത്തെ കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് പ്രോപ്പർ സ്ലീപ്പ് ഉണ്ടായിരിക്കണം. 10:30 ആകുമ്പോൾ കിടക്കുന്ന ആളാണെങ്കിൽ 6 മണി 5 മണിയാകുമ്പോൾ നിങ്ങൾക്ക് എണീക്കാം. അതുപോലെ വെളുപ്പിനെ 4 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ 12 മണിക്കല്ല കിടക്കേണ്ടത്, ഒരു 10 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് കിടന്നോ. എങ്ങനെ പോയാലും മിനിമം ഒരു 6 മണിക്കൂർ സ്ലീപ്പ് ഉണ്ടെങ്കിലേ ശരിയാവത്തുള്ളൂ. പിന്നെ പറയുവാണെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റഡി പ്ലാൻ പറയാം. ഞാൻ രാവിലെ ഒരു 5:30 ആകുമ്പോൾ എണീക്കും. 5:30 ആകുമ്പോൾ എണീറ്റ് ഒരു 7:30 വരെ ഇരിക്കും. അങ്ങനെ 5:30 തൊട്ട് 5:45 വരെ എന്ന് പറയുന്നത് എനിക്ക് ഫേസൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് വന്നിരിക്കാനുള്ള സമയം. ശരിക്ക് മുഖമൊക്കെ കഴിയില്ലെങ്കിൽ ഉറക്കം വരും കേട്ടോ. രാവിലെ നല്ല ഫ്രഷ് സമയമാണ് രാവിലെ എന്ന് പറയുന്നത്. അപ്പോൾ 5:45 തൊട്ട് ഒരു 7:30 വരെ, അല്ലെ 7:45 വരെയൊക്കെ ഞാൻ ഇരിക്കാറുണ്ട്. ആ സമയം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് വേണം എടുത്ത് പഠിക്കാനായിട്ട്. പിന്നെ ഞാൻ വൈകിട്ട് വീട്ടിൽ വരുന്നത് ഒരു 4:45 ആവും. സ്കൂൾ ഒരു 4:30 ഒക്കെ ആവും. 4:45 5 മണിയാവും ഞാൻ വീട്ടിൽ വരാൻ. പിന്നെ ഞാൻ ഇരിക്കുന്നത് ഒരു 6 മണി 6:30 ഒക്കെ ആകുമ്പോഴാണ് ഇരിക്കുന്നത്. 6:30ക്കുള്ള സമയം ഞാൻ പറയാം. 6:30 തൊട്ട് ഒരു 7:30 7:45 വരെ ഞാനൊരു സബ്ജക്റ്റ് എടുക്കും. അതും ഞാൻ ടഫായിട്ടുള്ള സബ്ജക്റ്റാണ് എടുക്കുന്നത്. കാരണം പിന്നെ അങ്ങോട്ട് പഠിക്കുമ്പോൾ കുറച്ച് ഉറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ 6:30 തൊട്ട് 7:45 വരെ ഞാനൊരു സബ്ജക്റ്റ് കൊണ്ടിരിക്കും. പിന്നെ ആ 7:45 തൊട്ട് 8 മണി വരെ എനിക്കൊരു ബ്രേക്ക് ഉണ്ട്. ആ സമയത്ത് ഫോൺ എടുക്കാറില്ല. ആ സമയത്ത് ഫോൺ എടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഡിസ്ട്രാക്ഷൻസ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ പഠിക്കാനുള്ള ഫോക്കസ് പോകും. ആ സമയത്ത് വെള്ളം കുടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് നടക്കുകയൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. ടിവിയും കാണാൻ പോകാറില്ല. പിന്നെ 8 മണി തൊട്ട് ഒരു 10 മണി വരെ ഇരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമുക്ക് ബോർഡായിട്ടുള്ള സമയങ്ങളുണ്ടാവും അല്ലേ. ബോറടിക്കുക എന്ന് പറയുമ്പോൾ ഈ ഫിസിക്സ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. അങ്ങനെയുള്ളപ്പോൾ അത് ബാക്കി പഠിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് സബ്ജക്റ്റ് സ്വിച്ച് ചെയ്യും. അതായത് ഫിസിക്സ് 1/2 മണിക്കൂർ പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. പിന്നെ ബാക്കി കെമിസ്ട്രി പഠിക്കാൻ തുടങ്ങും. ഫിസിക്സ് അങ്ങോട്ട് മാറ്റി വെച്ച് കെമിസ്ട്രി എടുക്കും. കെമിസ്ട്രി എടുത്തിട്ട് കെമിസ്ട്രി ഫുള്ള് പഠിക്കും, അല്ലെ അതും പകുതി പഠിക്കും. എന്നിട്ട് പഴയ പോലെ ഫിസിക്സ് എടുക്കും. അത് തീർത്തിട്ടേ അന്ന് കിടക്കാവും. പിന്നെ 8 തൊട്ട് 10 വരെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ഒരു ബ്രേക്ക് എടുക്കും. കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് സമയം പഠിക്കാൻ പറ്റത്തില്ല. പിന്നെയും ബ്രേക്ക് എടുക്കും. പിന്നെ മാത്സ് പോലായിരിക്കും ചെയ്യുന്നത്. കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്ട്സ് ആണ് പിന്നെ ചെയ്യേണ്ടത്. പിന്നെ ഒരു 10:15 തൊട്ട് 11:30 വരെയൊക്കെ ഇരിക്കും കേട്ടോ. 11:30 വരെ ഇരിക്കും. പിന്നെ ഞാൻ കൂടുതലും രാത്രിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു 12 മണി വരെയൊക്കെ പോകാറുണ്ട്. പിന്നെ അപ്പോൾ മാത്സ് അതുപോലെ വായിക്കാനുള്ളത് ഞാൻ ഒരുപാട് ആ സമയത്ത് എടുക്കാറില്ല. കാരണം ഉറക്കം വരാനുള്ള ഭയങ്കര സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്ത് പഠിക്കാനുള്ളതാണ് കൂടുതലും ആ സമയത്ത് എടുക്കാറ്. മാത്സ് ഒക്കെ ആണെങ്കിൽ 2-3 വട്ടമൊക്കെ ഒരു പ്രോബ്ലം ചെയ്ത് പഠിക്കണം. ഈ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ മിനിമം ഒരു 3:30 അല്ലെ 3:30 അല്ല, ഒരു 4 മണിക്കൂർ ദിവസവും പഠിക്കുന്നുണ്ട്. രാവിലെയും കൂടെ കൂട്ടി. രാവിലെ ട്യൂഷനൊക്കെ ഉള്ളവരാണെങ്കിൽ അത് പറ്റത്തില്ലല്ലോ.
അപ്പോൾ അല്ലാതെ നോക്കുവാണെങ്കിൽ നിങ്ങളൊരു 3 അല്ലെങ്കിൽ 3.5 മണിക്കൂർ മിനിമം ഒരു ദിവസം പഠിക്കുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് അല്ലേ, അപ്പോൾ ആ ഒരു അത്രയും സമയം സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങി പിന്നെ അങ്ങോട്ട് കൂട്ടി അങ്ങ് പോയാൽ മതി. മിനിമം നിങ്ങളൊരു 3 മണിക്കൂർ പഠിക്കും. +1 ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 24-ാം തീയതിയെ ക്ലാസ് തുടങ്ങത്തുള്ളൂ. നിങ്ങൾ നാളെ തൊട്ട് പഠിക്കുകയാണെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് ഇനി ഒരാഴ്ചയും കൂടെ സമയമില്ലേ. ആ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയായാലും പല സബ്ജക്റ്റ്, ഇപ്പോൾ 6 സബ്ജക്റ്റ് അല്ലേ ഉള്ളത്, അതിൽ മിനിമം ഒരു 3 എണ്ണത്തിൻ്റെ എങ്കിലും ഫസ്റ്റ് ചാപ്റ്റർ തീർത്തിട്ട് പോകാൻ പറ്റും. അപ്പം നിങ്ങൾ അങ്ങനെ തീർത്തിട്ട് പോകുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുമ്പോൾ സ്കൂളിലോ അല്ലെങ്കിൽ ട്യൂഷനിലോ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവർ പറയുന്നത് ഒരു റിവിഷൻ പോലെ തോന്നത്തുള്ളൂ. മനസ്സിലായോ? നമ്മളല്ലാതെ റിവൈസ് ചെയ്യണം. നമ്മളിപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും റിവൈസ് ചെയ്യുക നേരത്തെ പഠിച്ചത്. ഇല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും മൊത്തമായിട്ട് മറന്നു പോകും കേട്ടോ. പിന്നെ അതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഈ നിങ്ങൾ ചിലപ്പോൾ ഈ 3 സെഷൻ ഞാൻ പറഞ്ഞല്ലോ, ഈ 3 സെഷൻ അല്ലെങ്കിൽ 2 സെഷൻ, ആ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനൊന്നും ഇല്ലെങ്കിൽ അന്നൊന്ന് പഠിപ്പിക്കുന്ന അന്നൊന്ന് പഠിക്കുക മാക്സിമം. നിങ്ങൾക്ക് പഠിക്കാനൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ച ചാപ്റ്റർ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെ പോയാലും നിങ്ങളൊരു 3 മണിക്കൂർ അല്ലെങ്കിൽ 3.5 മണിക്കൂർ പഠിക്കണം കേട്ടോ, ഇപ്പോൾ തുടക്കത്തിൽ തന്നെ. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ബാക്ക്ലോഗുകൾ കൂടും, നമുക്ക് പഠിക്കാനുള്ളതിൻ്റെ കണ്ടന്റ് കൂടും. അങ്ങനെ ചെയ്യുമ്പോൾ എക്സ്ട്രാ ടൈം എടുക്കേണ്ടി വരും. അപ്പോഴാണ് ഈ ഉറക്കത്തിൻ്റെയൊക്കെ പ്രശ്നം വരുന്നത്. ഉറക്കത്തിൻ്റെ പ്രശ്നം, സ്ട്രെസ്സ്, ഡാർക്ക് സർക്കിൾസ്, അങ്ങനെയൊക്കെ ഒരുപാട് കുഴപ്പങ്ങൾ വരും. അതുകൊണ്ട് പിന്നെ ക്ഷീണം, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ നേരത്തെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുക. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന തൊട്ട് തന്നെ അന്നന്ന് പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇത് ആപ്ലിക്കബിൾ ആവണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ പഠിച്ച +1 പഠിച്ച ഒരു രീതിയും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.